ശേഖർ കമ്മുല ഡയറക്റ്റ് ചെയ്ത് ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, ജിംസാദ് തുടങ്ങിയവർ ലീഡ് റോൾ ചെയ്തിട്ടുള്ള കുബേര എന്ന സിനിമയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കടലിൽ നിന്ന് ഓയിൽ കണ്ടന്റ് കണ്ടെത്തുകയാണ് നമ്മുടെ കപ്പലിൽ. അപ്പോൾ വില്ലന്റെ വലിയൊരു കോപ്പറേറ്റീവ് കമ്പനി ബിസിനസ് ആയിട്ടുള്ള പുള്ളി. ആക്ച്വലി ഇതൊരു ജനങ്ങൾക്ക് പോകേണ്ട ഒരു സംഭവമാണ്. അവര് അത് കണ്ടെത്തുകയും വെളിയിൽ ലീക്കാകാതെ ഇതൊരു പ്രൈവറ്റൈസ് ചെയ്തിട്ട് കോടികൾ ഉണ്ടാക്കാൻ ഒരുങ്ങിയാണ് ആ ബിസിനസ് മാഗ്നറ്റുകൾ. അന്നേരം മിനിസ്ട്രിക്കായാലും അവരുടെ ഓപ്പോസിഷൻ ആയാലും കുറേ ആളുകൾക്ക് ഫണ്ട് കൊടുത്ത് ഇതിനെ ഒരു വലിയൊരു സ്കാം പോലെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇത് വളരെയധികം പുറത്തറിയാതെ അവരുടെ തന്നെ ബിനാമികൾ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം നല്ലൊരു എക്സ്പേർട്ടിനെ അവർ കൊണ്ടുവരികയാണ്. CBI ഓഫീസറായ ദീപക് എന്ന ക്യാരക്ടർ നാഗാർജുനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ കൊണ്ടുവരികയും പുള്ളിയുടെ ഐഡിയ പ്രകാരം ഇത്ര കോടി ബിനാമി പേരിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയാണ്. അതിന് അവർ സെലക്ട് ചെയ്യണതാണ് പിച്ചക്കാരനെയാണ്. അവിടെ പിച്ചെടുക്കുന്ന കുറച്ച് പേരിനെ അവരുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരികയും അതിനുശേഷം അവരെ അടിമുടി മാറ്റി അവരുടെ പേരിൽ ഇത്രയും പൈസ ഉണ്ടാക്കിയ ഒരു കമ്പനി തുടങ്ങി. അങ്ങനെ ഒരു വലിയൊരു സ്കാമിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും എത്രയോ പേര് ചെയ്യുന്നുണ്ട്. ബിനാമികളായിട്ടുള്ള പാവങ്ങളെ സെലക്ട് ചെയ്ത് ഇവിടെ അങ്ങനെ അതിലൊരാളാണ് നമ്മുടെ നായകൻ ധനുഷ്. ഇതിനൊപ്പം തന്നെ കുറച്ച് പേരിനെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത ഉടനെ തന്നെ അവരെ കൊല ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. ഇത് മനസ്സിലാക്കിയ ധനുഷ് മാത്രം രക്ഷപ്പെടുകയാണ്. അപ്പോൾ പിന്നീടുള്ള കഥ എന്ന് പറയുന്നത് ഇതാണ്. പുള്ളിയെ തേടി ദീപക്കും വില്ലനും നടക്കുന്നതാണ് കഥ. ഇതിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പം മറ്റേ നെടുമണി വേണിച്ചേട്ടൻ പറയുന്ന പോലെ ബിസിനസ് സിനിമയിൽ പറയുന്ന പോലെ ഇപ്പൊ പൊട്ടിക്ക് എന്ന് പറയുന്ന പോലെ നായകൻ എന്തെങ്കിലും ചെയ്യും ഈ പൈസ കൊണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സിനിമയുടെ ഏകദേശം അവസാനത്തോളം എത്തുന്നവരെയും പുള്ളി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഈ കഥ മാത്രം നീങ്ങുന്നില്ല, പുള്ളി ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ധനുഷിന്റെ ക്യാരക്ടർ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമുക്ക് ബോറടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇതിൽ ലെങ്ത് ആണ് ഇതിൽ ഈ പടത്തിൽ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഡ്യൂറേഷനാണ്. 3 മണിക്കൂർ 10 മിനിറ്റ് എന്തോ ഉണ്ട് സിനിമ. അതിൽ അവസാനത്തെ 10 മിനിറ്റിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മളുടെ പരിപാടി തീരും. കാരണം ഒരു ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പോൾ ധനുഷ് ഒരു ഇമോഷണലി കണക്ട് ആകാത്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. ആകെ കൊള്ളാന്ന് തോന്നിയത് വില്ലൻ തന്നെയാണ്. പുള്ളി ആ റോള് ഒരു കോർപ്പറേറ്റിന്റെ റോള് പുള്ളി അത്യാവശ്യം നല്ല നീറ്റായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ധനുഷും നാഗാർജുനയും എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷെ അവർക്ക് ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ട് ഈ പോസ്റ്റർ ഡിസൈനൊക്കെ കണ്ടപ്പോൾ പുള്ളി ഇന്ന് പെർഫോമർ എന്ന ധനുഷിന്റെ പെർഫോമൻസും ഈ ഗംഭീര സിനിമയും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ കാണിച്ച ഒരു സംഭവം സ്ക്രീൻ പ്ലേന് കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 മണിക്കൂറൊന്നും ഈ സിനിമയുടെ ആവശ്യമേ ഇല്ല. ട്രിം ചെയ്യായിരുന്നു. ട്രിം ചെയ്താൽ പോലും ഇത് കുറച്ചുകൂടെ വേറെ ഒരു മെത്തേഡിൽ എടുക്കായിരുന്നു. നായകൻ വേറെ എന്തെങ്കിലും ചെയ്യുന്ന പോലെ. ഇത് സിനിമയുടെ അവസാനം വരെയും പുള്ളി ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും വലിയ ആൾക്കാർക്ക് അവനെ കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം ഐഡിയ ഇല്ലല്ലോ. പുള്ളി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കണ്ട് പിടിക്കാൻ പോകും, അപ്പോഴേക്കും പുള്ളി രക്ഷപ്പെടും. പിടിക്കാൻ പോകും, അപ്പോഴേക്കും രക്ഷപ്പെടും. അങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഭയങ്കര ഒരു ഡ്യൂറേഷൻ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഈ സിനിമ വെറുതെ ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നുന്നില്ല. കുബേര എന്നുള്ള സിനിമയിൽ കുറച്ചുകൂടെ ട്രിം ചെയ്യായിരുന്നു. അവസാനമാണ് എന്നിട്ട് വില്ലനെ വിളിച്ചിട്ട് പറയുന്ന നായകൻ നീ ഒരു ദിവസം പിച്ചക്കാരൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവട്ടെ എന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇമോഷണലി ഒട്ടും ക്യാരക്ടേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. കാരണം നല്ല രീതിയിലല്ല ക്യാരക്ടർ ഡെപ്ത് ഉള്ളത്. പിന്നെ തുടക്കത്തിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഇനി തൊട്ട് ഇങ്ങനത്തെ കുറേ സീനുകൾ ഉണ്ടാകുന്നു. കാരണം നാഗാർജുനൻ്റെ ഫാമിലി കാണിക്കുമ്പോൾ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ ഒരു തോന്നും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഈ പടം മൊത്തം ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് പോകുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു മൂവി ആയിരിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചു ആദ്യം കുറച്ച് നേരം. ഇൻ്റർവെല്ല് വരെ നമ്മൾ ഇത് എന്തെങ്കിലും ചെയ്യുന്നു വേണ്ടിട്ട്. പക്ഷെ ഇൻ്റർവെല്ലിന് ശേഷം ഇതന്നെയാണ് കഥ. ധനുഷിനെ ഇവർ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കിട്ടുന്നില്ല, ഓരോരുത്തർ അറിയുന്നു. അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു കോളം. മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ്. നിങ്ങൾക്ക് കാണാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. കാരണം ഞാൻ എന്തായാലും നിർബന്ധിക്കില്ല. അതാ യുവർ ചോയ്സ്. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. കുബേര.